ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ ടാസ്ക് തുടങ്ങിയ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. മലയാളത്തിൽ ആദ്യമായാണ് അഗ്നിപരീക്ഷ കോമണേഴ്സിനെ ചൂസ് ചെയ്യാൻ നടത്തുന്നത്. സീസൺ 8 അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഓഗസ്റ്റ് 14 മിഡ് നൈറ്റ് ഹോട്ട്സ്റ്റാറിൽ വന്നിരുന്നു. അഗ്നിപരീക്ഷ കാണേണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് തുടർന്നുള്ള സീസൺ 8 കണക്ഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും ഈ അഗ്നിപരീക്ഷ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനിയും എപ്പിസോഡ് വളരെ ചുരുക്കി നമുക്കൊന്ന് പറയാം. ആകെ 40 കണ്ടസ്റ്റൻസ് ആണ് വരുന്നത്. ആദ്യം കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു പൂട്ട്, ഒരു താക്കോൽ, ഇവ രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. താക്കോലിലും പൂട്ടിലും ഓരോ ക്ലൂകൾ ഉണ്ടാകും. 20 താക്കോലുകളും 20 പൂട്ടുകളുമാണുള്ളത്. അത് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. താക്കോൽ കളക്ട് ചെയ്യുക, അതിലുള്ള ക്ലൂ മനസ്സിലാക്കുക, ഏതാണ് അതിൻ്റെ പൂട്ട് എന്ന് തിരിച്ചറിഞ്ഞ് തുറക്കുക. ഇതാണ് ടാസ്ക്. ഈ ടാസ്കിൽ ആദ്യം വിജയിക്കുന്ന 20 പേരായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ഈ ടാസ്കിൽ ജയിച്ച 20 പേരെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റികളിൽ തുടർന്ന് കാണുന്നത്. ജയിച്ച 20 പേരുമായി നമ്മുടെ അവതാരകയായ റിനീഷ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി 20 പേരുടെ കാര്യം പിന്നെ പറയാമെന്നാണ് പറയുന്നത്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവർക്ക് അടുത്ത എപ്പിസോഡിൽ ഒരവസരം കൂടി കൊടുക്കും എന്നതാണ്. ജയിച്ച 20 പേരെ 3 ടീമുകളായി മാറ്റുന്നുണ്ട്. 3 ടീമുകൾ എന്ന് പറയുമ്പോൾ അഖിൽമാരാറിന് ഒരു ടീം, റിയാസിന് ഒരു ടീം, രഞ്ജിനിക്ക് ഒരു ടീം. അവർക്ക് തന്നെ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാം. അപ്പോഴാണ് നമ്മൾ 20 കണ്ടസ്റ്റൻസിനെയും പരിചയപ്പെടുന്നത്. മറ്റ് 20 പേർ ആരാണെന്ന് നമുക്കറിയില്ല. അത് അടുത്ത എപ്പിസോഡിൽ അറിയാം. റിയാസിന്റെ ടീമിൽ ഷിബിൻ, പൂജ, അഭിറാം, നഷാപാല, തിങ്കൾ, അസിയ, അനഘ, പ്രണവ് എന്നിവരാണ് വരുന്നത്. രഞ്ജിനിയുടെ ടീമിൽ ആരാധ്യ, ഷബീറ, പാർവതി, അമൃത, വർഷ, നയന, രചന എന്നിവരാണ് വരുന്നത്. അഖിൽമാരാറിന്റെ ടീമിൽ ബിജു തോമസ്, എൽദോ, ഷിജിൻ, അമൽ മോഹൻ, അപർണ സുരേഷ്, ഷാനോ എന്നിവരാണ് വരുന്നത്. അങ്ങനെ 3 ടീമുകളായതിനു ശേഷം അടുത്തതായി ഈ 3 ടീമുകൾക്ക് ഓരോ ടാസ്ക് കൊടുക്കുന്നു. ആദ്യം ടാസ്ക് ചെയ്യാൻ വരുന്നത് റിയാസിന്റെ ടീമാണ്. ആ സമയത്താണ് കണ്ടസ്റ്റൻസിനെ ഒക്കെ പരിചയപ്പെടുന്നത്. അവർ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അവർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. റിയാസിന്റെ ടീമിന് ആദ്യം കൊടുക്കുന്ന ടാസ്ക് ഒരു പിരമിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്കെയിലുകളും കപ്പുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. ഈ ടാസ്കിൽ പരാജയപ്പെടുന്ന ആളുകൾ, അതായത് തോൽക്കുന്ന ആളുകൾ, ഡേഞ്ചർ സോണിലേക്ക് പോകും. അവർ ഡേഞ്ചർ സോണിലായിരിക്കും. എപ്പോൾ വേണമെങ്കിലും അവർ പുറത്തു പോകാനുള്ള സാധ്യതയുള്ള ആളുകളായിരിക്കും ടാസ്കിൽ തോൽക്കുന്നവർ. ആദ്യത്തെ ടാസ്കിൽ 3 പേരാണ് പിരമിഡ് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് 3 പേര് സേഫ് ആകുകയും ബാക്കിയുള്ളവർ ഡേഞ്ചർ സോണുകളിലേക്ക് പോവുകയും ചെയ്തു. ജയിച്ചത് അഭിറാം, അനഘ, പ്രണവ് എന്നിവരായിരുന്നു. അതിൽ ഏറ്റവും നന്നായി പിരമിഡ് ചെയ്ത ഒരാൾക്ക് പ്രത്യേകമായ ഒരു അംഗീകാരം കിട്ടും. അതൊരു ഇൻഫിനിറ്റ് പെൻഡന്റ് ആണ്. ഇൻഫിനിറ്റ് പെൻഡന്റിന് എന്തൊക്കെയോ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ജഡ്ജസ് തീരുമാനിക്കും. ആദ്യം ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത് പ്രണവിനാണ്. രണ്ടാമതായി വരുന്നത് നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ്. ആ ടീമിന് കൊടുക്കുന്ന ടാസ്ക് കുറെ വളയങ്ങൾ ഉപയോഗിച്ചുള്ളതാണ്. ഈ വളയങ്ങൾക്ക് അകത്താണ് ഇവർ നിൽക്കേണ്ടത്. ഇൻ, ഔട്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റായി അത് ചെയ്യണം. തെറ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ടാസ്കിൽ നിന്ന് പുറത്താകും. പക്ഷേ നേരിട്ട് ഇൻ, ഔട്ട്, റൈറ്റ്, ലെഫ്റ്റ് എന്നൊന്നും പറയില്ല. ഇൻ എന്ന് പറയുന്നതിന് പകരം അഖിൽ എന്ന് പറയും. ഔട്ട് എന്ന് പറയുന്നതിന് പകരം റെനീഷ എന്ന് പറയും. റൈറ്റ് എന്ന് പറയുന്നതിന് പകരം രഞ്ജിനി എന്നും, ലെഫ്റ്റ് എന്ന് പറയുന്നതിന് പകരം റിയാസ് എന്നും പറയും. അങ്ങനെ ഈ പേരുകളിലായിരിക്കും നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് റൈറ്റ്, ലെഫ്റ്റ്, ഇൻ, ഔട്ട് എന്നിവയ്ക്കനുസരിച്ച് ഇവർ ചാടി നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ആ ടാസ്കിൽ ആദ്യം തന്നെ ആരാധ്യയും അതുപോലെ നയനയും ഔട്ടാകുന്നുണ്ട്. ഇവർ രണ്ടുപേരും നേരെ ഡേഞ്ചർ സോണിലേക്ക് പോവുകയാണ്. ഈ ടാസ്കിന്റെ വിന്നർ പാർവതിയാണ്. പാർവതിക്കാണ് ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത്. മൂന്നാമതായി വന്ന അഖിൽമാരാറിന്റെ ടീമിന് കൊടുത്ത ടാസ്ക് ബോളുകൾ ബൗൺസ് ചെയ്ത് കപ്പുകൾ വീഴ്ത്തുക എന്നുള്ളതാണ്. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, വളരെ അടുത്തു നിന്ന് തന്നെ ചെയ്യാവുന്ന ടാസ്ക് ആണ്. സിമ്പിൾ ആണ്. ആ ടാസ്കിൽ വിജയിച്ചത് ഷിജിനാണ്. 22 ബോളുകളാണ് പുള്ളി ബൗൺസ് ചെയ്ത് ഗ്ലാസ്സിൽ വീഴ്ത്തിയത്. സ്മാർട്ടായി കളിച്ച ഷിജിനാണ് ഇൻഫിനിറ്റ് പെൻഡന്റും കിട്ടുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഇതിനിടയിൽ നമുക്ക് അഖിൽമാരാറും അതുപോലെ റിയാസും തമ്മിലുള്ള കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള കൗണ്ടറുകൾ കാണാൻ കഴിയുന്നുണ്ട്.
കണ്ടസ്റ്റൻസിന്റെ ചില കാര്യങ്ങളൊക്കെയും ഉണ്ട്. നമുക്കതിനെക്കുറിച്ച് വിശദമായി തന്നെ മറ്റു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എപ്പിസോഡിൽ ആകെ മൊത്തം ഇത്രയും സംഭവങ്ങളാണ് നടന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്രയുമാണ് പ്രധാനമായും സംഭവിച്ചത്. ബാക്കിയുള്ള 20 പേരുടെ പെർഫോമൻസ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.